പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചതിന് പിന്നാലെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ശനിയാഴ്ച രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. ഇന്ത്യയുമായിട്ടുള്ള സംഘർഷം രൂക്ഷമായപ്പോൾ പിന്തുണ നൽകിയതിന് ആഗോള നേതാക്കൾക്കും രാഷ്ട്രങ്ങൾക്കും നന്ദി പറഞ്ഞിട്ടായിരുന്നു ഷെരീഫിന്റെ പ്രസംഗത്തിന്റെ തുടക്കം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, സൗദി കിരീടാവകാശി ഖത്തർ അമീർ, തുർക്കി പ്രസിഡന്റ്, ജനങ്ങൾ എന്നിവർക്ക് നിരന്തരമായ പിന്തുണയ്ക്ക് ഷെരീഫ് നന്ദി പറഞ്ഞു. പാകിസ്ഥാനിലെ സോഷ്യൽ മീഡിയ ഉപയോക്താക്കളെയും അദ്ദേഹം പ്രശംസിച്ചു. പാകിസ്ഥാന്റെ ദീർഘകാല സഖ്യകക്ഷിയായ ചൈനയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകിക്കൊണ്ടായിരുന്നു ഷെരീഫിന്റെ പ്രസംഗം. ഞാൻ അവരെ പരാമർശിക്കേണ്ടതുണ്ട്. എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് അവർക്ക് ഒരു വലിയ നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന്റെ മിഡിൽ ഭാഗം കടന്നു പോകുന്നത്. ചൈനയെ വളരെ പ്രധാനപ്പെട്ട, വളരെ വിശ്വസ്തരായിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്ത് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ജലവിഹിതം, കാശ്മീർ, മറ്റ് തർക്കവിഷയങ്ങൾ എന്നിവ പരിഹരിക്കപ്പെടുമെന്നും ഷെരീഫ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് സംസാരിച്ചു. ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളിൽ വെടിനിർത്തൽ ലംഘിച്ച് നടന്ന ആക്രമണങ്ങൾക്ക് പിന്നാലെയായിരുന്നു ഷെരീഫ് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത്. ഇന്ത്യ പാക് സംഘർഷം മൂർച്ഛിക്കുന്നതിനിടയിൽ എവിടെയും ചർച്ച ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ട് വെടിനിർത്തി എന്നതിനെ സംബന്ധിച്ചിട്ടാണ്. തന്ത്രപ്രധാനമായിട്ടുള്ള സൈനിക താവളങ്ങളെക്കുറിച്ചും ചർച്ചകൾ ഇടപിടിക്കുന്നുണ്ട്. അയൽ രാജ്യങ്ങളുമായിട്ടുള്ള തന്ത്രപ്രധാനമായ ബന്ധങ്ങൾ യുദ്ധത്തിൽ നിർണായകമാണ്. ചൈനയെ പോലെ അയൽ രാജ്യങ്ങളിൽ വ്യാപകമായി നിക്ഷേപിക്കുന്ന രാജ്യമല്ല ഇന്ത്യ. പക്ഷേ പാകിസ്ഥാന് തൊട്ടടുത്തൊരു ഇന്ത്യൻ നിയന്ത്രിത തുറമുഖമുണ്ട്. അധികമാരും വിശ്വസിക്കില്ല അങ്ങനെ പറഞ്ഞാൽ. പാകിസ്ഥാന് തൊട്ടടുത്താണ്. തന്നെയുമല്ല, ഇത് അധികമൊന്നും വാർത്തകളിൽ ഇടം പിടിക്കാത്ത ഒരു തുറമുഖവും കൂടിയാണ്. അതാണ് പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തുന്ന ഇറാനിലെ ചബഹാർ പോർട്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ചബഹാർ തുറമുഖമൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വസ്തുതയാണ്. കുറേ വർഷത്തെ ചർച്ചകൾക്ക് ശേഷം ഇറാനിലെ ചബഹാർ തുറമുഖത്തിന്റെ 10 വർഷത്തെ നടത്തിപ്പവകാശം കഴിഞ്ഞ വർഷമാണ് ഇന്ത്യ നേടിയെടുക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടയിൽ ഒമാൻ കടലിടുക്കിൽ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥാനത്തുള്ള ഇറാനിലെ ആദ്യ ഡീപ്പ് വാട്ടർ തുറമുഖം എന്തിനാണ് ശതകോടികൾ മുടക്കി ഇന്ത്യ ഏറ്റെടുത്തത് എന്ന ചോദ്യം എറിഞ്ഞവർ ഏറെയുണ്ടായിരുന്നു. എന്നാൽ വാണിജ്യ രംഗത്തു മാത്രമല്ല, പ്രതിരോധ രംഗത്തും ചബഹാർ തുറമുഖത്തിന് പ്രാധാന്യമുണ്ട്. ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യൻ സമുദ്ര വ്യാപാരത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ചബഹാർ തുറമുഖം. പ്രധാനമായും 2 ടെർമിനലുകളാണ് ഇവിടെയുള്ളത്: ഷഹീദ് കലന്താരിയും ഷഹീദ് ബെഹഷ്തിയും. ഇതിൽ രണ്ടാമത്തെ ടെർമിനൽ വികസിപ്പിക്കുന്നതിനും ഓപ്പറേറ്റ് ചെയ്യുന്നതിനുമാണ് ഇന്ത്യ വൻതോതിൽ നിക്ഷേപം നടത്തുന്നത്. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി ഒഴിവാക്കി മധ്യേഷ്യയിലേക്ക് ഇന്ത്യക്ക് നേരിട്ട് കടന്നു ചെല്ലാം എന്നതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത. ഇറാന്റെ റെയിൽ ശൃംഖലയിലേക്ക് ചബഹാർ തുറമുഖത്തെ ബന്ധിപ്പിക്കുന്നതിനും ഇന്ത്യൻ നിക്ഷേപമുണ്ട്. ഏതാണ്ട് $500 മില്യൺ, ഏകദേശം 4200 കോടി രൂപയാണ് ഇന്ത്യ ഇവിടെ വിവിധ പദ്ധതികൾക്കായി നിക്ഷേപിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിർദ്ദിഷ്ട ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് ഇടനാഴിയുടെ ഭാഗമാണ് ഈ ചബഹാർ തുറമുഖം. ഇന്ത്യൻ മഹാസമുദ്രത്തെയും അതുപോലെ പേർഷ്യൻ കടലിടുക്കിനെയും ഇറാനിലൂടെ കാസ്പിയൻ കടലിടുക്കിലേക്കും, തന്നെയുമല്ല റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗ് വഴി യൂറോപ്പിലേക്കും ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കവാടം. ഇന്ത്യൻ സമുദ്ര വ്യാപാരത്തിന് യൂറോപ്പിലേക്കുള്ള എളുപ്പവഴി കൂടിയാണിത്. സുയസ് കനാൽ വഴി യൂറോപ്പിലേക്കുള്ള ചരക്ക് നീക്കത്തേക്കാൾ 15 ദിവസം കുറച്ചു മതി ഈ സാമ്പത്തിക ഇടനാഴിയിലൂടെയുള്ള പ്രത്യേകത. അതാണ് ഇതിന്റെ പ്രത്യേകത. 2024 ഡിസംബറിലെ കണക്ക് പ്രകാരം 2018 ശേഷം ചബഹാർ തുറമുഖത്ത് 450 കപ്പലുകളാണ് എത്തിയത്. അതുപോലെ 1,34,082 TEU, അതായത് 20 ഫൂട്ട് ഇക്വലന്റ് എന്നാണ് പറയുന്നത്, കണ്ടെയ്നറുകൾ 87 മില്യൺ ടൺ കാർഗോയും കൈകാര്യം ചെയ്തു എന്നാണ് ഈ തുറമുഖം രേഖപ്പെടുത്തുന്നത്. 2002 ഇറാനിലെ ചബഹാറിൽ ഒരു വാണിജ്യ തുറമുഖം നിർമ്മിക്കാനുള്ള പദ്ധതിയുമായി ഇന്ത്യ മുന്നോട്ട് വരുന്നത്. തൊട്ടടുത്ത വർഷം ഇന്ത്യ സന്ദർശിച്ച ഇറാനിയൻ പ്രസിഡന്റ് മുഹമ്മദ് കാത്തിമി അന്നത്തെ പ്രധാനമന്ത്രി വാജ്പേയിയുമായി ഒപ്പിട്ട കരാറുകളിൽ ഒന്ന് ചബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ടതായിരുന്നു. 2016 ഇന്ത്യയും ഇറാനും അഫ്ഗാനും തമ്മിൽ വ്യാപാര ഇടനാഴി സ്ഥാപിക്കാനും അതിന്റെ ട്രാൻസിറ്റ് പോയിന്റായി ചബഹാർ തുറമുഖത്തെ മാറ്റാനും കരാറുണ്ടാക്കി.
തുടർന്ന് ഷഹീദ് ബെഹഷ്തി തുറമുഖത്തിന്റെ പണിയും തുടങ്ങി. 2017 അഫ്ഗാനിസ്ഥാനിലേക്കുള്ള ഗോതമ്പുമായിട്ട് കപ്പലെത്തിയതോടുകൂടി തുറമുഖത്തിന്റെ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. 2019 അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ചരക്കെത്തുകയാണ്. ഇറാനുമായി ഹ്രസ്വകാല കരാറുകളിൽ ഒപ്പിട്ടിട്ടായിരുന്നു ഇന്ത്യ ചബഹാർ തുറമുഖത്തിന്റെ പ്രവർത്തനം നിയന്ത്രിച്ചിരുന്നത്. എന്നാൽ മേഖലയിലെ സംഘർഷാവസ്ഥയും രാഷ്ട്രീയ വിഷയങ്ങളും ഇടക്കാല കരാറുകളും കാരണം നിക്ഷേപകരൊന്നും താല്പര്യം കാണിച്ചില്ല. തുടർന്നാണ് ദീർഘകാല കരാറിനെ കുറിച്ച് രണ്ട് രാജ്യങ്ങളും ചിന്തിക്കുന്നത്. എന്നാൽ പല കാരണങ്ങളാൽ ഇത് നീണ്ടുപോയി. കഴിഞ്ഞ വർഷം മെയ്യിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ 10 വർഷത്തെ കരാറിൽ എത്തിച്ചേരുന്നത്. പടിഞ്ഞാറൻ ഇറാൻ അതിർത്തിയിൽ പാകിസ്ഥാനോട് ചേർന്നാണ് ചബഹാർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഇതിനടുത്തായി ചൈന ഗ്വാദർ തുറമുഖം വികസിപ്പിക്കാൻ തുടങ്ങിയതോടുകൂടി ഇന്ത്യൻ നീക്കങ്ങൾ വളരെ വേഗത്തിലായി. ഇതും ഇപ്പോൾ മേഖലയിലെ ജിയോ പൊളിറ്റിക്സിൽ വലിയ രൂപത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഒന്നായിട്ട് മാറിക്കഴിഞ്ഞു. ജിയോ പൊളിറ്റിക്സിൽ ഇത് ഇങ്ങനെയാണ് കാണപ്പെടുന്നത്. തന്നെയുമല്ല, മറ്റൊരു ഭീതി കൂടി പാകിസ്ഥാനുണ്ട്. ജിയോ പൊളിറ്റിക്സിൻ്റെത് മാത്രമല്ല കേട്ടോ. ഇന്ത്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന താജിക്കിസ്ഥാനിലെ ഫർക്കോർ എന്ന് പറയുന്ന ഒരു വ്യോമതാവളമുണ്ട്. അതിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തുന്നതിന് വേണ്ടി കൂടി ലക്ഷ്യമിട്ടിട്ടാണ് ഇന്ത്യ ഈ തുറമുഖം പണിയുന്നത്. 3 പതിറ്റാണ്ടുകളായി ഇന്ത്യയും താജിക്കിസ്ഥാനും തമ്മിലെ സൈനിക സഹകരണം തുടങ്ങിയിട്ടുണ്ട്. 2011 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് പിന്നാലെയാണ് ഇന്ത്യ അഫ്ഗാൻ അതിർത്തിയിൽ നിന്നും 180 കിലോമീറ്റർ അകലെ ഇന്ത്യ താജിക്കിസ്ഥാൻ വ്യോമസേനയുടെ സഹകരണത്തോടുകൂടി എയർബേസ് പണിയുന്നത്. ഒരു സമ്പൂർണമായ യുദ്ധമുണ്ടായാലാണ് ഇതിൻ്റെയൊക്കെ വില നമുക്ക് മനസ്സിലാകുന്നത്. താജിക്കിസ്ഥാൻ നമുക്കറിയാം 98-9% മുസ്ലിങ്ങളുള്ള രാജ്യമാണ്. പക്ഷേ ഇസ്ലാം അവിടേക്ക് വലിച്ചെറിയപ്പെടുവാണ്. അവർക്ക് ഇസ്ലാമിനെ വേണ്ട. മതം കൊണ്ടുണ്ടായ ഒരു രാജ്യം മതവെറി കാരണം ഇല്ലാതാകുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഈ പാകിസ്ഥാനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിൽ മാത്രമല്ല, ഇറാനിലടക്കം. കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധിച്ചാൽ ശരിക്കു പറഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലല്ല ഈ യുദ്ധം. പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ, ലോകം മുഴുവനും ഇസ്ലാമിനെ സ്ഥാപിക്കണം, മുസ്ലിം മാത്രം മതി, ഇസ്ലാമിക രാജ്യം, അള്ളാഹുവിന്റെ ഭരണം സ്ഥാപിക്കണം എന്ന രൂപത്തിലുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ, ഇസ്ലാമിക ഭീകരവാദത്തിന്റെ, തീവ്രവാദത്തിന്റെ സംഘടനകൾ, സംഘടിതർ, അസഹിഷ്ണുത മാത്രം കാത്തു സൂക്ഷിക്കുന്ന, അന്യമത വിരുദ്ധർ ഉണ്ടാക്കുന്ന, മനുഷ്യത്വത്തിൽ വിശ്വസിക്കാത്ത, മനുഷ്യരിൽ വിശ്വസിക്കാത്ത, മതത്തിൽ മാത്രം വിശ്വസിക്കുന്ന, തങ്ങളുടെ വിശ്വാസം മറ്റുള്ളവർ കൂടി വിശ്വസിക്കണമെന്ന് അടിച്ചേൽപ്പിക്കുന്ന ഒരു വിഭാഗവും ഒരു ബഹുസ്വര രാഷ്ട്രവും തമ്മിലുള്ള യുദ്ധമാണിത്. അതായത് മതാധിപത്യവും ജനാധിപത്യവും തമ്മിലുള്ള ഒരു യുദ്ധമാണിത്. ലോകത്തിലെ എല്ലാ നല്ലവരായിട്ടുള്ള മനുഷ്യരും ഇന്ത്യയോടൊപ്പമാണ് ഈ യുദ്ധത്തിൽ പങ്കുചേരുന്നത്. ഹീനകൃത്യങ്ങൾ എന്തും ആർക്കെതിരെയും ചെയ്യാൻ മടിക്കാത്ത ഒരു മത രാഷ്ട്രീയമാണ് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്ന പാകിസ്ഥാൻ. ഇത് ലോകത്തിന് മനസ്സിലായതുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഇന്ത്യക്ക് പിന്തുണ നൽകുന്നത്. ഒറ്റ ഇസ്ലാമിക രാജ്യം പോലും പാകിസ്ഥാന് പിന്തുണ നൽകാത്തത് എന്തുകൊണ്ടാണ്? തുർക്കി ഒഴികെ. അതായത് 2 മതയോളി രാജ്യങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് പാകിസ്ഥാനോടൊപ്പം നിലയുറപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. മൊത്തം ലോകം ഇസ്ലാമിന്റെ കീഴിലാക്കണം എന്നാഗ്രഹിക്കുന്ന തുർക്കി ഒന്നതാണ്. പിന്നെ താജിക്കിസ്ഥാൻ അവരുടെ കൂടെ നിൽക്കുന്നു എന്നാണ് പറയുന്നത്, അറിയില്ല. ഇറാൻ ഇതുവരെ അവരുടെ ആശയം എന്താണ് എന്ന് പറഞ്ഞിട്ടില്ല. 29 ആളുകളെ പഹൽഗാമില് പാകിസ്ഥാൻ ഭീകരർ കൊന്നൊടുക്കിയതിന്റെ പേരിൽ ഇന്ത്യ എങ്ങാനും പാകിസ്ഥാനെ തിരിച്ചടിച്ചാൽ ബംഗ്ലാദേശ് തിരിച്ച് ഇന്ത്യയെ അടിക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ബംഗ്ലാദേശും ഏതാണ്ട് പാകിസ്ഥാന്റെ സമാനമായിട്ടുള്ള ചിന്താഗതിക്കാരാണ് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇത് മതവും മതരഹിതവും, അതായത് ഇസ്ലാം മത ഭീകരതയും മനുഷ്യരും തമ്മിലുള്ള ഒരു യുദ്ധമാണ് നമ്മളെ കാണുന്നത്.